രാവിലെ തന്നെ എൻ്റെ പൂത്തായ ചെറുമാക്കൽ അംഗനവാടിയിൽ പോയി ഞങ്ങൾ കുടുംബസഹിതം വോട്ട് ചെയ്തു. രാവിലെ തന്നെ നല്ല ക്യൂ ആയിരുന്നു. നമ്മുടെ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനം, എല്ലാവരുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നന്നായി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ അവരുടെ താല്പര്യവും നമുക്കൊന്നുകൂടെ തിരിച്ചറിയാനുള്ള സന്ദർഭം കൂടിയാണ് യഥാർത്ഥത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പുകൾ ജനകീയ ഉത്സവങ്ങളാണ്. കാരണം നമ്മളെക്കുറിച്ചറിയാനും നമ്മളുടെ നാടിനെക്കുറിച്ച് മനസ്സിലാക്കാനും തിരിച്ചറിയാനും പ്രതീക്ഷകൾ ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്നായ എല്ലാവരുടെയും കൂടിയുള്ളൊരു ഉത്സവമാണ് സത്യത്തിൽ നമ്മുടെ ജനാധിപത്യത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലങ്ങളിലൊക്കെ സഞ്ചരിക്കാനും ഇടപെടാനും ഇടയായി. ഒരുപാട് വോട്ടർമാരെ നേരിട്ട് കാണാനും ഒക്കെ ഇടയായി. എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ചെയ്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യരിലേക്കും, വിവിധ വിഭാഗത്തിൽപ്പെട്ട എല്ലാ തരത്തിലുള്ള ആളുകളിലേക്കും പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി തന്നെ അതിൻ്റേതായ ഒരു അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്തുണ്ട്. സർക്കാരിനെതിരെയുള്ള വിരുദ്ധമായ നിലപാടുകളൊന്നും തന്നെ കാര്യമായ ഒരിടത്തു നിന്നും കേൾക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും അതിൻ്റെ വിധിയെഴുത്ത്. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ശാന്തമായ, എല്ലാവരും അവരുടേതായ ആ മനസ്സാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്ത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ പങ്കാളിയാകുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നല്ല പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ് നമുക്കൊക്കെ തന്നെയുള്ളത്.